Hi all, myself Shamna. We can directly move into our chapter. Chapter name Classification of Living Organism. Classification of living organism. It means what? നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ജീവികളുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, പിന്നെ ബേർഡ്സ്, അതിലും പല ഗ്രൂപ്പും ഡിവിഷൻസും ഉണ്ട്. ആൻഡ് യു നോ ദാറ്റ് എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് വെർ ലൈഫ് എക്സിസ്റ്റ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ മാത്രമേ ജീവൻ നിലനിൽക്കുന്നുള്ളൂ. ആൻഡ് ദർ ആർ വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ആർ പ്രസൻറ്റ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ജീവികൾ ജീവിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ ഓഷ്യൻ ആൻഡ് ഓൾസോ ഇൻ സ്കൈ. മണ്ണിലും കടലിലും ആകാശത്തുമായിട്ട് ഒരുപാട് തരത്തിലുള്ള ജീവികളുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് ടേം, ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ടേം ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി. ബയോ മീൻസ് ലൈഫ്, ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി. ബയോ എന്ന് പറഞ്ഞാൽ ജീവൻ, ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി, പലതരത്തിലുള്ള ജീവൻ. And biodiversity means the enormous variety of organisms are called biodiversity. പലതരത്തിലുള്ള ജീവികൾ കാണപ്പെടുന്നതിനെയാണ് എന്ത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. And there is not only diversity in size but also in complexity. അപ്പോൾ ഈ ജീവികൾ അതിൻ്റെ സൈസിൽ മാത്രമല്ല എന്ത് വ്യത്യാസപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ കോംപ്ലക്സിറ്റിയിലും. അതായത് ചിലത് സിംഗിൾ സെല്ലായിരിക്കും, അതായത് നമ്മുടെ ബാക്ടീരിയ പോലത്തെ ജീവികൾ, ചെറിയ ചെറിയ ജീവികൾ, അതൊക്കെ ചെറിയ സെല്ലിലെ ജീവിയാണ്. പിന്നെ ഹ്യൂമൻസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ, നമ്മളൊക്കെ എത്രയോ സെല്ലിൻ്റെ ഒരു രൂപമാണ്. ആൻഡ് ദർ ആർ മെനി അതർ ഡൈവേഴ്സിറ്റീസ്. പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട് ഈ ഓർഗാനിസത്തിനെല്ലാം, ഈ ജീവികൾക്കെല്ലാം പലതരത്തിലുള്ള ഓരോരോ പ്രോസസ്സുകളുണ്ട്. അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ, അതിൻ്റെ റീപ്രൊഡക്ഷനിൽ, പിന്നെ ശ്വസിക്കുന്ന രീതിയിൽ, റെസ്പിറേഷനിൽ, അതിലൊക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. നമുക്കതിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ മേക്ക് ദെയർ ഓൺ ഫുഡ് ഫ്രം റോ മെറ്റീരിയൽസ് ആൻഡ് എനർജി. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യും, അതായത് പ്ലാന്റ്സ് ചെയ്യുന്ന പോലെ. അത് പുറത്തുനിന്ന് കിട്ടുന്ന എനർജി, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. മെയിൻ എക്സാമ്പിൾ ഒന്ന് പ്ലാന്റ്സ്, ഓട്ടോട്രോഫിക്കിന് എക്സാമ്പിൾ. സെക്കൻഡ് വൺ ഹെട്രോട്രോഫിക്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഫുഡ് ഫ്രം അതർ ഓർഗാനിസം. അവർ മറ്റുള്ള ജീവികളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അതായത് മെയിൻ ആനിമൽസ്. പിന്നെ ചില പ്ലാന്റ്സും ഉണ്ട് ഹെട്രോട്രോഫിക് ആയിട്ട്. ഹെട്രോട്രോഫിക്കിൽ പലതരം വേറെയും ഉണ്ട്, സാപ്രോട്രോഫിക്, പാരസൈറ്റിക്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. നമുക്ക് പിന്നീട് നോക്കാം. ദെൻ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുണ്ടാകുന്നത്, അതിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ദേ ആർ അസെക്ഷുവൽ, സെക്ഷുവൽ, സിംഗിൾ പാരൻറ്റ് ആൻഡ് ടു പാരൻറ്റ്. അസെക്ഷുവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് ഗാമിറ്റ്സ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ രണ്ട് ഗാമിറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് അല്ല റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ബൈ ബൈനറി ഫിഷൻ, ബഡ്ഡിങ്. പ്ലാന്റ്സിലെല്ലാം ഉണ്ടാകുന്ന പോലെ. പ്ലാന്റ്സിലെല്ലാം ചിലപ്പോൾ ഒരു വിത്തിട്ടാൽ അവിടെ പുതിയൊരു ചെടി വളരും. അതുപോലെ പിന്നെ പ്ലാന്റ്സിൻ്റെ ചില ഭാഗങ്ങൾ നട്ടാൽ പുതിയൊരു ചെടി വളരും. അതുപോലെ അതിൻ്റെ എക്സാമ്പിളായിട്ട് പ്ലാന്റ്സ് ഉണ്ട്, അമീബ എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ട്, അതെല്ലാം. സെക്കൻഡ് വൺ സെക്ഷുവൽ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മീൻസ് ഫ്യൂഷൻ ഓഫ് ഗാമിറ്റ്സ്. രണ്ട് മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും ഫ്യൂസ് ചെയ്തിട്ട് കുഞ്ഞുണ്ടാവുന്നത്. മെയിൻ എക്സാമ്പിൾ ആനിമൽസ്. ആൻഡ് തേർഡ് വൺ സിംഗിൾ പാരൻറ്റ്. സിംഗിൾ പാരൻറ്റ് എന്ന് പറയുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്, സിമിലർ ആസ്. ആൻഡ് സിംഗിൾ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് നടക്കുന്നത്, എന്നിട്ട് പാരൻറ്റിൻ്റെ അതേ കോപ്പി ആയിരിക്കും
ഉണ്ടാവുന്ന കുഞ്ഞ്. ഇപ്പോൾ ചെടികളാണെങ്കിൽ പുതിയൊരു ചെടി അത് പാരൻറ്റിൻ്റെ അതേ കോപ്പി ആയിരിക്കും. ആൻഡ് ഓൾസോ പീസ് ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഓർഗാനിസം. സിംഗിൾ പാരൻറ്റിൽ പിന്നൊന്ന് പറയാനുള്ളത് അതിൻ്റെ ഒരു ചെറിയ പീസ് എന്താവും, പീസായിട്ടും അതൊരു പുതിയ അതേ സെയിം ഓർഗാനിസമായിട്ട് മാറും. ദെൻ ഫോർത്ത് വൺ ടു പാരൻറ്റ്. ടു പാരൻ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. ദെൻ റെസ്പിരേഷൻ, അവരുടെ ശ്വസിക്കുന്ന രീതി അതും പലതരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഓക്സിജൻ ഫ്രം വാട്ടർ. ഓക്സിജൻ ഫ്രം വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതെന്ത് അക്വാട്ടിക് ഓർഗാനിസമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ഓർഗാനിസം. അവർ ഓക്സിജൻ എടുക്കുന്നത് വാട്ടറിൽ നിന്നാണ്. വാട്ടറിലുള്ള ഓക്സിജനെ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ദെൻ ഓക്സിജൻ ഫ്രം അറ്റ്മോസ്ഫിയർ. അതിന് നമ്മൾ ആനിമൽസ് തന്നെയാണ് എക്സാമ്പിൾ. ഇത് ഓക്സിജൻ ഇൻടേക്ക് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ഇടും. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു വാട്ടർ. അത് അക്വാട്ടിക് ഓർഗാനിസം തന്നെയാണ്. ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിലേക്ക് വിടും. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. ദെൻ ഫിഫ്ത്ത് വൺ ഗിൽസ് ആരാണ് യൂസ് ചെയ്യുന്നത്? ഫിഷസ് ഗിൽസ് ഉപയോഗിച്ചിട്ടാണ് ശ്വസിക്കുന്നത്. ദെൻ ലങ്സ് ബൈ ഹ്യൂമൻസ്. ആൻഡ് ദെൻ അനറോബിക് റെസ്പിരേഷൻ. അനറോബിക് റെസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അനറോബിക് എന്ന് പറഞ്ഞാൽ അതിൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ നടക്കുന്ന റെസ്പിരേഷൻ. അതിൽ അവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനർജി ഫ്രം ഗ്ലൂക്കോസ് ടു സെൽസ്. അതിലുള്ള ഫുഡിൽ നിന്ന് എനർജി ഉണ്ടാക്കിയിട്ട് അത് ബാക്കിയുള്ള പാർട്സിലെല്ലാം എത്തിക്കും. ദെൻ എയറോബിക് റെസ്പിരേഷൻ. എയറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കുന്നത്. പ്രൊഡ്യൂസിങ് എനർജി യൂസിങ് ഓക്സിജൻ. ആൻഡ് ഓൾസോ ദേ പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. Then the part of the earth that supports life is called biosphere. അപ്പോൾ എർത്തിൽ തന്നെ പലതരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട്. ബയോസ്ഫിയർ, മീസോസ്ഫിയർ, അങ്ങനെ കുറേ തരത്തിലുള്ള ഓരോരോ പാർട്ട് ഉണ്ട്. അപ്പോൾ എർത്തിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. എർത്തിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട് ബയോസ്ഫിയർ. And biosphere has diverse ecosystem such as pond, river, oceans, mountains, deserts, etc. അപ്പോൾ ഈ ബയോസ്ഫിയറിൽ പലതരത്തിലുള്ള എക്കോസിസ്റ്റം ഉണ്ട്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സറൗണ്ടിങ്സ് നമ്മൾ ചുറ്റുപാടിൽ എന്തൊക്കെയുണ്ട്? പോണ്ട്സ്, റിവേഴ്സ്, കുളങ്ങൾ, പുഴകൾ, പിന്നെ മൗണ്ടെയ്ൻസ്, മലകൾ, പിന്നെ മരുഭൂമികൾ, അതൊക്കെയുണ്ട്. And the different species live in this ecosystem. അപ്പോൾ പലതരത്തിലുള്ള ജീവികൾ ഈ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നുണ്ട്. And species means these are group of very similar organism which can interbreed to produce fertile offspring. Species എന്ന് പറഞ്ഞെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വെരി സിമിലർ ഓർഗാനിസം. സിമിലർ ആയിട്ടുള്ള ഓർഗാനിസം, ഒരേപോലത്തെ ഓർഗാനിസത്തിൻ്റെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവർ പരസ്പരം ഫ്യൂസ് നടന്നിട്ട് ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഓഫ് സ്പ്രിങ് ഉണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനത്തെ ജീവികളാണ് സ്പീഷ്യസ്. ഓഫ് സ്പ്രിങ് മീൻസ് കുഞ്ഞുങ്ങൾ. ആൻഡ് ദ ഓർഗാനിസം ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് അതർ ഫിസിക്കൽ കോമ്പോണൻറ്റ്സ് സച്ച് ആസ് ലൈറ്റ്, ടെമ്പറേച്ചർ, എക്സെട്ര. അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികൾ അവർ പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തുള്ള ഫിസിക്കൽ കമ്പോണൻസ് ആയ ലൈറ്റ്, സൺലൈറ്റ്, ടെമ്പറേച്ചർ, അതിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദർ ആർ 3 levels of biodiversity. Biodiversity means what? The enormous variety of organism. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിക്ക് 3 ലെവൽസ് ഉണ്ട്, 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. Second one species diversity, and third one genetical diversity. First, ecosystem diversity. It means organism evolve features
which help them to adapt to their surroundings or ecosystem that they live. അതായത് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രത്യേക എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് അവരുടേതായ ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. ടോർട്ടോയിസ് ടേർട്ടിൽസും രണ്ടും ആമകളാണ്. ടോർട്ടോയിസും ടേർട്ടിൽസും. ടോർട്ടോയിസ് ടെറസ്ട്രിയൽ മണ്ണിൽ കാണപ്പെടുന്നത്, ടേർട്ടിൽസ് അക്വാറ്റിക്. അപ്പോൾ ടോർട്ടോയിസിൻ്റെ എക്കോസിസ്റ്റം പറയുന്നത് ലാൻഡ് മണ്ണാണ്. ടേർട്ടിൽസിൻ്റെ എക്കോസിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ് ചുറ്റുപാടെന്ന് പറയുന്നത് വെള്ളമാണ്. അത് കടലിലോ പുഴയിലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിനുമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഫീറ്റ് ഡിഫറെൻ്റ് ആണ്. ടോർട്ടോയിസിൻ്റെ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരലുകൾ പോലെ അങ്ങനെ ഉണ്ടാവും. ടേർട്ടിൽസിൻ്റെ ഫീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഫിൻസ് പോലെ, ഫിഷസിനെല്ലാം ഉണ്ടാകുന്ന പോലെ ചിറക് പോലെ ആയിരിക്കും. അതിന് സ്വിം ചെയ്യണ്ടേ, അപ്പോൾ അതിൻ്റെ ഫീറ്റ് വേറെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ ആയത്? അത് ആ എക്കോസിസ്റ്റത്തിൽ അവരുടെ ജീവിക്കുന്ന ആ സറൗണ്ടിങ്സിൽ അഡാപ്റ്റ് ചെയ്ത ഫീച്ചറാണത്. അവർക്ക് ആ ചുറ്റുപാടിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. ഇത് ടോർട്ടോയ്സിന് മൂവ് ചെയ്യണമെങ്കിൽ അതിന് ലെഗ് പോലത്തെ ഫീറ്റ് വേണം. ടർട്ടിൽസിന് മൂവ് ചെയ്യണമെങ്കിൽ അതിന് ഫിൻസ് വേണം. അതിന് സ്വിം ചെയ്യേണ്ടതാണ്, നടക്കേണ്ടതല്ല. അപ്പോൾ വാട്ട് ഈസ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി? ഓർഗാനിസം ഇവോൾവ് ഫീച്ചേഴ്സ് വിച്ച് ഹെൽപ്പ് ദം ടു അഡാപ്റ്റ് ടു ദെയർ സറൗണ്ടിങ്സ്. അവരുടെ ആ ജീവിക്കുന്ന സറൗണ്ടിങ്ങിൽ ജീവിക്കാനുള്ള ഫീച്ചേഴ്സ് അത് ഇവോൾവ് ചെയ്യുന്നു, അത് ലഭ്യമാക്കുന്നു. Then they are related organisms and are different in ecosystem, may differ from each other. അപ്പോൾ അവർ ഒരേ ടൈപ്പ് ഓർഗാനിസമാണ്, രണ്ടും ആമകളാണ്, പക്ഷെ അവർ ജീവിക്കുന്ന ചുറ്റുപാട് രണ്ടും വേറെയാണ്. പിന്നെ കാണുമ്പോഴും നമുക്ക് വേറെ വേറെ തോന്നും, അതിൻ്റെ കാലുകൾ വേറെ വേറെയാണ്. Then second one, species diversity. Species diversity means variety of species living in a certain geographical area constitute species diversity. അപ്പോൾ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് സ്പീഷ്യസ് അത് ഒരു ഏരിയയിൽ മാത്രമേ കാണപ്പെടൂ. അതിനെയാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ജീവികൾ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണപ്പെടുന്നതിനെയാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. And these organisms belong to a particular species are similar. അതിലുള്ള എല്ലാ ഓർഗാനിസം ഒട്ടുമിക്ക സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും, ഒരേപോലെ ഉണ്ടാവും. And they undergo reproduction to produce offspring, but they cannot interbreed with another species. അപ്പോൾ അവർ റീപ്രൊഡക്ഷനിൽ പോവും, അവരുടെ തന്നെ സ്പീഷ്യസിലായിട്ട്. ആ ഓർഗാനിസംസ് അവരുടെ തന്നെ അപ്പുറം അവർ തന്നെ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യും, അല്ലാതെ വേറൊരു സ്പീഷ്യസിൽ അവർക്ക് റീപ്രൊഡക്ഷൻ നടക്കൂല. എക്സാമ്പിൾ, ചില ഫിഷസ് കാണാം, അവരിങ്ങനെ ഒന്നിച്ച് പോകും. മറ്റുള്ള ഫിഷസിനെ ഒന്നിച്ച് അവർ ഇത് കൂട്ടുകൂടാറില്ല, അവർ ഒന്നിച്ചാണ്, അവർ ബ്രീഡ് ചെയ്യുന്നതും ഒന്നിച്ചാണ്. അവർ തന്നെ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവർ തന്നെ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് പോകും. ദെൻ തേർഡ് വൺ, ജനറ്റിക് ഡൈവേഴ്സിറ്റി. Organisms are made of cells, and cells in their nuclei contain chromosomes which bear the genes. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റിയിൽ പറയുന്നത് എല്ലാ ഓർഗാനിസവും എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സെൽസ് മീൻസ് കോശം. അപ്പോൾ ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിലാണ് ക്രോമസോംസ് ഉണ്ടാകുന്നത്. ക്രോമസോംസിൻ്റെ ഉള്ളിൽ ജീൻസ്, അതായത് മെയിനായിട്ട് പറഞ്ഞാൽ ഈ ജീൻസാണ് നമ്മൾ ഓരോ ക്യാരക്ടറും കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസിനും ഓരോ ജീൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് എല്ലാം, നമ്മളെ ബോഡിയിലുള്ള എല്ലാ പ്രോസസ്സിനും ഓരോരോ ജീൻസ് ഉണ്ട്. അപ്പോൾ ഈ ജീൻസ് ഉള്ളത് ക്രോമസോംസിലാണ്, ക്രോമസോം ഉള്ളത് ന്യൂക്ലിയസിലാണ്, ന്യൂക്ലിയസ് ഉള്ളത് സെല്ലിനുള്ളിൽ. അപ്പോൾ കുറേ സെല്ലുകൾ കൂട്ടിയിട്ടാണ് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. ആൻഡ് ജീൻസ് കൺട്രോൾ ദ ഫീച്ചേഴ്സ് ഓഫ് പർട്ടിക്കുലർ സ്പീഷ്യസ്. ജീൻസ് ആണ് എല്ലാ സ്പീഷ്യസിൻ്റെയും ഓരോ ഫീച്ചർ കൺട്രോൾ ചെയ്യുന്നത്. ജീൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു സെയിം സ്പീഷ്യസ് ആർ സിമിലർ.
സെയിം സ്പീഷ്യസിലായിട്ടുള്ള ജീവികളുടെ ജീൻസ് സിമിലർ ആയിരിക്കും. ഇപ്പോൾ ക്രോമസോമിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മനുഷ്യന്മാരുടെ തന്നെ മെയിൽ ഗാമിറ്റിൽ നിന്ന് 23 ക്രോമസോമും ഫീമെയിൽ ഗാമിറ്റിൽ നിന്ന് 23 ക്രോമസോമും കൂടിച്ചേർന്നിട്ടാണ് കുട്ടികളിൽ 46 ക്രോമസോംസ് ആവുന്നത്. നമ്മളൊരു ഹ്യൂമൻ ബീങ്ങിൽ 46 ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ അത് മെയിലിൽ നിന്നും ഫീമെയിലിൽ നിന്നും കൂടിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരുടെ ക്യാരക്ടറും വരുന്നത്. നെക്സ്റ്റ്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. Hotspots are regions of world where many different kinds of organisms live. ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിൽ ചില റീജിയൻസ്, ചില സ്ഥലങ്ങൾ, അവിടെ പലതരത്തിലുള്ള ജീവികൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ചിലത് അവിടെ മാത്രം കാണപ്പെടുന്ന ജീവികളായിരിക്കും. അപ്പോൾ അതിനെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയും. ആൻഡ് ഇൻ ഇന്ത്യ there are 2 biodiversity hotspots, വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഇന്ത്യയിൽ 2 ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്, പശ്ചിമഘട്ടവും വടക്ക് കിഴക്കൻ ഘട്ടവും. ആൻഡ് മെനി ഓഫ് ദീസ് ഓർഗാനിസംസ് ആർ നോട്ട് ഫൗണ്ട് എൽസ്വെയർ. അവിടെ പ്രത്യേകതയിൽ പറയാൻ കാരണം പല ജീവികളും അവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, വേറെ പുറത്തെവിടെയും കാണപ്പെടുന്നില്ല. സം സ്പീഷീസ് ഓഫ് ഫ്രോഗ്സ് ആർ ഓൺലി സീൻ ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. ചില ഫ്രോഗിൻ്റെ സ്പീഷീസ് വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതേപോലെ ചില ചെടികളും അങ്ങനെയാണ്. ചില ഫോറസ്റ്റ് അതൊരു പ്രത്യേക റീജിയണിൽ മാത്രമേ കാണപ്പെടൂ. അതാണ് ഹോട്ട്സ്പോട്ട്സ്. ഹോട്ട്സ്പോട്ട്സ് ആർ regions of world where many different kinds of organisms live. Next, classification of organism. അപ്പോൾ ഇനി നമുക്ക് ഒരു ഓർഗാനിസത്തിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഒരു ഓർഗാനിസം ഏതൊക്കെ ഗ്രൂപ്പിലാണെന്ന് നോക്കാം. ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം അക്കോർഡിംഗ് ടു സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നടന്നത് ആ ഓർഗാനിസത്തിൻ്റെ സിമിലാരിറ്റീസ്, അവർ തമ്മിൽ റിസംബിൾ ചെയ്യുന്ന ഒരേപോലത്തെ ക്യാരക്ടേഴ്സും പിന്നെ അതിൻ്റെ ഡിഫറൻസും നോക്കിയിട്ട്. ദെൻ ഓർഗാനിസം ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. പല ഘട്ടങ്ങളായിട്ടാണ് ഒരു ഓർഗാനിസം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റേതായ കിങ്ഡം, ദെൻ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷ്യസ്. അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് ഒരു ഓർഗാനിസം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദർ ആർ ഗ്രൂപ്പ്സ് വിച്ച് ആൻ ഓർഗാനിസം ബിലോങ്സ്. അപ്പോൾ ഓരോ ഓർഗാനിസവും ഓരോ ഗ്രൂപ്പിലാണ് ഉള്ളത്. ക്ലാസിഫിക്കേഷൻ ഷോസ് എവല്യൂഷണറി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക്സ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? അതിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു മനുഷ്യന്മാരുണ്ടായത് മങ്കിയിൽ നിന്നാണെന്ന്. ശരിക്കും സയൻസ് പറയുന്നത് അതാണ്, മനുഷ്യന്മാരുണ്ടായത് മങ്കിയിൽ നിന്നാണെന്ന്. അതിന് റീസൺ എന്ത്? അത് വന്ന ക്ലാസിഫിക്കേഷനിൽ നമ്മൾ മങ്കീൻ്റെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണത് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ നമ്മുടെ എവല്യൂഷൻ്റെ ആയിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ക്ലാസിഫിക്കേഷനിലൂടെ അറിയാൻ പറ്റും. ദെൻ ദ സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ടേംഡ് ആസ് ടാക്സോണമി. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനെ പറയുന്ന ടേമാണ് ടാക്സോണമി. നമുക്ക് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ്. ഹ്യൂമൻ ബീങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം, ശാസ്ത്രീയ പേര് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ നമ്മൾ ഉണ്ടായ ഗ്രൂപ്പ് കിങ്ഡം ആനിമാലിയ. നമ്മൾ ആനിമൽസിൻ്റെ കിങ്ഡത്തിലാണ് നമ്മൾ ഉണ്ടായത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഫൈലം കിങ്ഡം ആനിമാലിയ, ഫൈലം കോർഡാറ്റ. നമ്മൾ കോർഡാറ്റ എന്ന് പറയുന്ന ഒരു ഫൈലത്തിലാണ് ഉണ്ടായത്. കോർഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത് വെർട്ടിബ്രൽ കോളമില്ല, വാരിയലുണ്ടാവുന്ന ജീവികളെല്ലാം കോർഡാറ്റയിൽ വരും. ദെൻ സബ് ഫൈലം വെർട്ടിബ്രാറ്റ. ഫൈലം കോർഡാറ്റ, സബ് ഫൈലം വെർട്ടിബ്രാറ്റ. നമുക്ക് വെർട്ടിബ്രൽ കോളം ഉണ്ട്, വാരിയലുണ്ട്.
അത് കഴിഞ്ഞിട്ട് ക്ലാസ് മമ്മാലിയ. നമ്മൾ വരുന്ന ക്ലാസ് മമ്മാലിയ. നമുക്ക് മാമറി ഗ്ലാൻസ് ഉണ്ട്, കുട്ടികൾക്ക് പാൽ കൊടുക്കാനുള്ള കഴിവുണ്ട്, അതായത് ക്ലാസ് മമ്മാലിയ. ദെൻ ഓർഡർ പ്രൈമാറ്റ്സ്. നമ്മൾ വരുന്ന ഓർഡർ പ്രൈമാറ്റ്സ്. പ്രൈമാറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം പിടിക്കാൻ പറ്റുന്ന ഹാൻഡ്സും ഫീറ്റും ഉണ്ട്, കൈയും കാലുകളുമുണ്ട്. അത് ഏത് ഗ്രൂപ്പിലായിട്ട് ഇതാവുന്നുണ്ട്? മങ്കീസിൻ്റെ ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മൾ മങ്കീസായിട്ട് റിലേറ്റഡ് ആവുന്നുണ്ട്. ദെൻ ഫാമിലി ഹോമിനിഡേ. ഫാമിലി ഹോമിനിഡേ. നമ്മൾ പഴയ കാലത്തെ ഹ്യൂമൻസിനുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് നമ്മളെ ഫാമിലി ഹോമിനിഡേ. ദെൻ ജീനസ് സ്പീഷ്യസ്. നമ്മളെ ജീനസിൻ്റെ പേര് ഹോമോ, സ്പീഷ്യസിൻ്റെ പേര് സാപ്പിയൻസ്. Okay, so our scientific name Homo sapiens. ഇനി ആര് ചോദിച്ചാലും പറയൂലേ ഹ്യൂമൻ ബീങ്സിൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ്. അപ്പോൾ നമുക്ക് പറയാം ഞാനൊരു ഹോമോ സാപ്പിയൻ ആണ്. ഓക്കെ. ദെൻ 3 domains of classification. There are 3 domains of classification. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടന്നത് 3 ഡൊമൈൻസിലാണ്, 3 ഭാഗങ്ങളിലാണ്. അത് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, യുക്കാരിയ. നമ്മൾ ക്ലാസിഫിക്കേഷന് ഫസ്റ്റിലേ പോവാണ്. ഫസ്റ്റ് ഉണ്ടായ ക്ലാസിഫിക്കേഷനാണ് ഇത്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, യുക്കാരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസ്, നമുക്ക് കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ബാക്ടീരിയ. അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് അവർ നമുക്ക് കാണാൻ പറ്റൂ. ആൻഡ് ദേ ആർ തെർമോഫിലിക് ഓർ ഹീറ്റ് ലവിങ്. അപ്പോൾ ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് അവർ ഏറ്റവും ഹൈ ടെമ്പറേച്ചറിലാണ് ജീവിക്കുക. ആൻഡ് ദേ ആർ മൈക്രോ ഓർഗാനിസം ദാറ്റ് ലാക്ക് ന്യൂക്ലിയസ്. അവർക്ക് എന്തില്ല? അവരുടെ സെല്ലിൽ ന്യൂക്ലിയസ് ഇല്ല. അവർ ഒരു വല്ലാത്തൊരു രൂപം, ഒരു നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു രൂപം. ആൻഡ് ദേ ലിവ് ഇൻ ഹൈ ടെമ്പറേച്ചർ. ദെൻ നെക്സ്റ്റ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസം വിത്തൗട്ട് വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ്. യു ബാക്ടീരിയ എന്ന് പറയുന്നത് അവർ സിംഗിൾ സെല്ലായിരിക്കും, അവർക്ക് ഒരു സെല്ലുണ്ട്, പക്ഷെ അതിനുള്ളിൽ എന്തില്ല? നന്നായിട്ട് വളർന്ന ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് പൂർണ്ണമായിട്ട് വളർന്നിട്ടില്ല. അതും എന്താണ്? മൈക്രോ ഓർഗാനിസം തന്നെയാണ്, നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പ് കൊണ്ട് കാണുന്ന ഓർഗാനിസംസ്. തേർഡ് വൺ യുക്കാരിയ. യുക്കാരിയയിലാണ് നമ്മളൊക്കെ പെടുന്നത്. അതായത് ഓൾ ദ അതർ ഓർഗാനിസം വിത്ത് വെൽ ഫോംഡ് ന്യൂക്ലിയസ് ഇൻ ദർ സെൽസ്. യുക്കാരിയ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓർഗാനിസം, അവർക്ക് എന്തുണ്ട്? നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് അവരുടെ സെൽസിൽ. യു എന്ന് പറഞ്ഞാൽ ട്രൂ, കാരിയ എന്ന് പറയുന്നത് ന്യൂക്ലിയസ്. യുക്കാരിയ എന്ന് പറയുന്നത് ട്രൂ ന്യൂക്ലിയസ്, അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ഫസ്റ്റ് വിറ്റേഗർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഓർഗാനിസത്തിനെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ. അപ്പോൾ അദ്ദേഹം എന്താക്കി? ബാക്ടീരിയാസിനെല്ലാം പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിൽ പെടുത്തി, ബാക്കി ആനിമൽസ് എല്ലാം ആനിമാലിയ ഗ്രൂപ്പിൽ പെടുത്തി. പിന്നെ വന്ന സയൻറ്റിസ്റ്റ് എന്തായി? ബാക്ടീരിയാസ് ഒരിക്കലും പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിൽ വരുന്നില്ല എന്ന് തിരുത്തിയിട്ട് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കി, 5 കിങ്ഡംസ് ഓഫ് ലൈഫ്. അവർ 2 കിങ്ഡത്തിനെ 5 കിങ്ഡം ആക്കിയിട്ട് മാറ്റി. മാർഗ്വിഷ്യസും ഷ്വാർട്സും എന്നും പറയുന്ന 2 സയൻറ്റിസ്റ്റ്. അതിൽ അവരുണ്ടാക്കിയ 5 കിങ്ഡത്തിൽ 1 പ്രോകാരിയോട്ടും 4 യൂക്കാരിയോട്ടുമാണ്. 1 പ്രോകാരിയോട്ട് ഗ്രൂപ്പും 4 യൂക്കാരിയോട്ട് ഗ്രൂപ്പും. പ്രോകാരിയോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ്, യൂക്കാരിയോട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ന്യൂക്ലിയസ് ഉള്ള ബാക്കിയുള്ള ജീവികൾ. അപ്പോൾ പ്രോകാരിയോട്ടിൽ വരുന്ന കിങ്ഡം മൊണേറ. ബാക്കി വരുന്ന 4 കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ. ഒന്നുകൂടി പറയാം: കിങ്ഡം മൊണേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ. അപ്പോൾ കിങ്ഡം മൊണേറയിൽ വരുന്നത്
ആർക്കി ബാക്ടീരിയാവും യു ബാക്ടീരിയാവും. നമ്മളിപ്പോൾ പഠിച്ച ആർക്കി ബാക്ടീരിയാവും യു ബാക്ടീരിയാവും കിങ്ഡം മൊണേറ എന്ന ഗ്രൂപ്പിൽ പെടുത്തി. ആൻഡ് കിങ്ഡം പ്രോട്ടിസ്റ്റാൽ വരുന്നത് സിംഗിൾ സെല്ലായിട്ടുള്ള ബാക്ടീരിയാസ്. യൂക്കാരിയോട്ടിക് ഓർഗാനിസം തന്നെ അവർക്ക് ന്യൂക്ലിയസ് എല്ലാം ഉണ്ട്. അങ്ങനെ സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസംസ്, അതായത് ആൽഗെ, പ്രോട്ടോസോവൻ അങ്ങനെ പറയുന്ന ഓർഗാനിസം. ഫഞ്ചയിൽ വരുന്നത് ഫംഗസ് ടൈപ്പ് എല്ലാം. പ്ലാന്റയിൽ വരുന്നത് പ്ലാന്റ്സ്, ആനിമാലിയയിൽ വരുന്ന ആനിമൽസ്. അപ്പോൾ ഈ രണ്ട് സയൻറ്റിസ്റ്റ് എന്താക്കി, ക്ലാസിഫിക്കേഷന് കുറച്ചുകൂടെ പുതിയൊരു രൂപം നൽകി അതിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് കിങ്ഡം നോക്കാം. കിങ്ഡം മൊണേറ. ദേ ആർ മൈക്രോസ്കോപ്പിക്, സിംഗിൾ സെൽഡ് ആൻഡ് നോ ന്യൂക്ലിയസ്. കിങ്ഡം മൊണേറ എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് ഓർഗാനിസം, ഏറ്റവും ചെറിയ ഓർഗാനിസം, നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന ഓർഗാനിസംസ്. ആൻഡ് ദേ ആർ സിംഗിൾ സെൽഡ്, ഒരു സെല്ല് ആണ് അവർക്കുള്ളത്. പക്ഷെ അത് എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. എക്സാമ്പിൾ ഓൾ ബാക്ടീരിയാസ്. ആൻഡ് ദെൻ പിന്നെ അതിലുള്ള രണ്ട് ടൈപ്സ് ആർക്കി ബാക്ടീരിയാവും യു ബാക്ടീരിയാവും. ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റാൽ വരുന്നത് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം. അവരും എന്താണ്, സിംഗിൾ സെൽഡ് ആണ്, പക്ഷെ അവർക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട് പ്രോട്ടിസ്റ്റാൽ. അതിൻ്റെ എക്സാമ്പിൾ ആൽഗെ. ആൽഗെ എന്ന് പറയുന്നത് എന്ത്, നമ്മുടെ ഇങ്ങനെ വെള്ളത്തിലെല്ലാം കാണുന്ന പായൽ. പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെ പോലെ തന്നെ ഒരു ജീവികൾ. പിന്നെ യൂണിസെല്ലുലാർ ഫഞ്ചൈ, ദെൻ അമീബ. ഈ ജീവികളൊക്കെയാണ് പ്രോട്ടിസ്റ്റാൽ വരുന്നത്. ആൻഡ് ദേ ഹാവ് അപ്പൻഡേജസ്, മീൻസ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഈ ജീവികൾക്കെല്ലാം എന്തുണ്ട്, അവരുടെ ബോഡിക്ക് ചുറ്റും ഹെയർ പോലത്തെ സംഭവങ്ങളുണ്ട്. ആൻഡ് ദേ കോൾഡ് സീലിയ. പാരമീഷ്യം എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, അതൊരു ചെരുപ്പ് പോലത്തെ ഒരു ജീവിയാണ്. ചെറിയ ജീവി, അത് അതിൻ്റെ ഷേപ്പ് ഒരു ചെരുപ്പ് പോലത്തെയാണ്. അതിൻ്റെ ചുറ്റും എന്തുണ്ട്, ഹെയർസ് ഉണ്ട്. ബോഡിക്ക് ചുറ്റും സീലിയ എന്ന് പറയുന്ന ഹെയർസ് ഉണ്ട്. ആ ഹെയർസിനെ സീലിയ എന്നാണ് പറയുന്നത്. ദെൻ ഫ്ലജെല്ലം. ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ കൊമ്പ് പോലെ, ഇങ്ങനെ പ്രാണികളുടെയൊക്കെ ഉണ്ടാകുന്ന പോലെ രണ്ട് ഹെയർ ഉണ്ട്. ദെൻ തേർഡ് കിങ്ഡം ഫഞ്ചൈ. ദേ ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ഓർ മെനി സെൽഡ് ഓർഗാനിസം. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുമ്പോൾ അത് എന്തായി, കുറേ സെല്ലുള്ള ഓർഗാനിസമായി. ഇപ്പോൾ രണ്ട് കിങ്ഡം നമ്മൾ പഠിച്ചത്, അത് രണ്ടും യൂണിസെല്ലുലാറാണ്. ഫസ്റ്റ് മൊണേറാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത യൂണിസെല്ലുലാർ ഓർഗാനിസം, പ്രോട്ടിസ്റ്റാൽ ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇനി ഫഞ്ചൈക്ക് വരുമ്പോൾ അതെന്തായി, മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായി. ആൻഡ് ദ ബോഡി ഈസ് മെയ്ഡ് ഓഫ് network of fine thread called hyphae. They have what, fine thread like structure called hyphae. അപ്പോൾ ഫഞ്ചൈൻ്റെ ബോഡിയിൽ വരുന്ന ഫഞ്ചൈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ മൊത്തം ഒരു നൂല് പോലത്തത് കാണും. ആൻഡ് ദേ ഫീഡ് ഓൺ ഡെഡ് ഡീക്കേയിങ് മാറ്റർ. അപ്പോൾ ഈ കിങ്ഡം ഫഞ്ചൈയിൽ വരുന്ന ഓർഗാനിസംസ് കഴിക്കുന്നത് വേസ്റ്റ് ഐറ്റംസ് എന്നായിരിക്കും. ഡെഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഡീക്കേയിങ്. നമ്മൾ എന്ത് ചെയ്യും, ചില സാധനങ്ങളൊക്കെ മരിച്ചിട്ട് നമ്മളതിനെ വേസ്റ്റ് പോലെ ചാടും. അപ്പോൾ അതിൽ നിന്ന് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസമാണ് കിങ്ഡം ഫഞ്ചൈയിൽ വരുന്നത്. എക്സാമ്പിൾ മഷ്റൂം, ഈസ്റ്റ്, ബ്രെഡ് മോൾഡ്. മഷ്റൂം, ഈസ്റ്റ്, ബ്രെഡ് മോൾഡ്. ദെൻ കിങ്ഡം പ്ലാന്റേ. പ്ലാന്റയിൽ വരുന്നത് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം. അപ്പോൾ പ്ലാന്റയിൽ വരുന്നത് മെയിനായിട്ട് പ്ലാന്റ്സ്. അപ്പോൾ അവരെന്താണ്, മൾട്ടി സെല്ലുലാറാണ്, യൂക്കാരിയോട്സ് ആണ്, അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദേ ഹാവ് സെല്ലുലോസ് സെൽ ആൻഡ് ക്ലോറോഫിൽ പ്രസൻറ്റ്. അവർക്ക് ഒരു സെല്ലുലോസ് കൊണ്ടുള്ള സെല്ലുണ്ട്. അവരുടെ സെല്ലുണ്ടാക്കിയത് സെല്ലുലോസ് കൊണ്ടാണ്. ആൻഡ് ഓൾസോ ക്ലോറോഫിൽ പ്രസൻറ്റ്. അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, അതായത് ഗ്രീൻ കളറ് തരുന്ന പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ, അത് അവർക്കുണ്ട്. ആൻഡ് ദേ ആർ ഓട്ടോട്രോഫ്സ്. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ് സ്വയം ഉണ്ടാക്കും. ദേ ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്.
അതായത് സൺലൈറ്റ്, വാട്ടർ, ഓക്സിജന് ഇതൊക്കെ കൊണ്ട് പ്ലാന്റ്സ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. So plants are autotrophs and they carry out photosynthesis and they are irregular body. They have irregular body with branches. പ്ലാന്റ്സിന് ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ഇറഗുലർ ആയിരിക്കും. ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാത്ത ബോഡിയാണ് എല്ലാ പ്ലാന്റ്സിൻ്റെതും. The next kingdom Animalia. They are multicellular eukaryotes. അവരും എന്താണ് multicellular ആണ്, eukaryotes ആണ്. And they are heterotrophic. Heterotrophic means they feed on other animals. അവർ മറ്റുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ആശ്രയിക്കും അവരുടെ ഫുഡിന് വേണ്ടിയിട്ട്. They feed on other plants or animals. And they possess special organs for locomotion and they possess nervous system with sense organs. അപ്പോൾ കിങ്ഡം ആനിമാലിയക്ക് എന്തൊക്കെ വേറെ ഫീച്ചേഴ്സ് ഉണ്ട്? They possess special organs for locomotion. അവർക്ക് മൂവ്മെൻറ്റിന് സ്പെഷ്യൽ ഓർഗൻസ് ഉണ്ട്. നമുക്ക് കാലുകളുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ദെൻ ദേ പോസസ് നെർവസ് സിസ്റ്റം. നമുക്ക് നെർവസ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ നരമ്പിൻ്റെ മൊത്തം സിസ്റ്റം തന്നെ നമുക്കുണ്ട്. പിന്നെ സെൻസ് ഓർഗൻസ് ഉണ്ട്. അതായത് ഐസ്, നോസ്, ഇയേഴ്സ്, മൗത്ത്, സ്കിന്ന് അതൊക്കെ ഉണ്ട് നമുക്ക്. ഇതൊന്നും മറ്റുള്ള ഒരു കിങ്ഡത്തിനും ഇല്ല. Okay, which are the 5 kingdoms? Kingdom Monera, Kingdom Protista, Kingdom Fungi, Kingdom Plantae and Kingdom Animalia.